ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീടിൻ്റെ വയറിങ്ങിൻ്റെ സമയത്താണെങ്കിലും പുറത്ത് നമ്മൾ ഗേറ്റ് ലാമ്പ് അതുപോലെ തന്നെ ഗാർഡൻ ലൈറ്റ്സുകൾ ഇതെല്ലാം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കേബിളുകളാണ് ഇടുന്നതെങ്കിൽ നമ്മൾ പുറത്ത് തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു ബോക്സ് PVC സെപ്പറേറ്റ് ഒരു ബോക്സ് വെട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് കംപ്ലീറ്റ് കേബിളുകൾ കൊണ്ടുവന്ന് കയറ്റുന്നതാണ് ഏറ്റവും ഉത്തമം. അത് നമ്മുടെ സാധാ വയർ നമ്മൾ ഇവിടം വരെ ഈ PVC ബോക്സിലേക്ക് നമ്മൾ എക്സ്ട്രാ നമ്മൾ കൊണ്ടുവന്നിടുക. അതിന് ശേഷം നമുക്ക് എത്ര കേബിളുകളാണോ, കേബിളിൻ്റെ വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർമേഡ് കേബിൾ അല്ലെങ്കിൽ UG കേബിളുകളാണ് നമുക്ക് സാധാരണ മണ്ണിലൂടെ ഗെയിൽ ലാമ്പിനും ഗാർഡൻ ലൈറ്റ്സ് അതുപോലെ തന്നെ പുറത്തേക്ക് അത്യാവശ്യം ലെങ്ത് വരുന്ന ഏരിയകളിലൊക്കെ നമ്മൾ ഇടാൻ UG കേബിളുകളൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ബോക്സ് ഒരെണ്ണം വെച്ചിട്ട് അതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിലൂടെ കിടക്കുന്ന കേബിൾ ആയതുകൊണ്ട് പുറത്ത് മഴ നനയുന്ന ആണെങ്കിലും ലൈറ്റ്സുകളെല്ലാം മഴ നനയുന്ന ഏരിയകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കംപ്ലയിൻറ്റ് കൂടുതലുള്ള ഏരിയ ആണ് നമ്മൾ ഈ പറഞ്ഞ സെക്ഷൻ. അതായത് പുറത്തുള്ള സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ട്രിപ്പ് ആവലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ LED ആണെങ്കിലും വാട്ടർ പ്രൂഫ് ആണ് എന്ന് പറഞ്ഞാൽ തന്നെയാണെങ്കിലും ഇതിൻ്റെ ജസ്റ്റ് വെള്ളം കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സെക്ഷൻ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ മറ്റ് സെക്ഷനിലേക്ക് കംപ്ലയിൻറ്റ് വന്നതിന് ശേഷം ട്രിപ്പ് ആവുന്ന സമയത്ത് മൊത്തമായിരിക്കും DB മൊത്തമായിരിക്കും ട്രിപ്പ് ആവുന്നത്. അത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ കേബിളുകൾ കംപ്ലീറ്റ് ഇതിലൂടെ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ കണ്ടോ, നിങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ബെൻഡുകളെല്ലാം വെച്ചിട്ട് ഒരു ഏകദേശം 8-7 ബെൻഡുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ബെൻഡുകളിലേക്കെല്ലാം തന്നെ അതിൻ്റെ UG കേബിളിൻ്റെ തന്നെ അതിൻ്റെ പുറത്തുള്ള മെറ്റീരിയൽ, അതായത് മെറ്റലിൻ്റെ മെറ്റീരിയൽ കളഞ്ഞതിന് ശേഷം നമ്മൾ വയറുകളാണ് കംപ്ലീറ്റ് ഈ ബോക്സിലേക്ക് കയറ്റി അതിൽ നിന്ന് ആവശ്യമായ ലീഡുകൾ എടുത്തതിന് ശേഷം കംപ്ലീറ്റ് നമ്മൾ ജോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ, ഇതിന് എർത്ത് സെപ്പറേറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഫേസ് ന്യൂട്രൽ ഇത് സെപ്പറേറ്റ് തന്നെ DBയിൽ നിന്നും സെപ്പറേറ്റ് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. അതായത് DB ഡ്രസ്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതിലേക്ക് വരുന്ന ന്യൂട്രലും ഫേസുകളും, അതായത് ന്യൂട്രലും ഫേസ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വരുന്ന ലീഡുകളെല്ലാം തന്നെ സെപ്പറേറ്റ് ഒരു സിംഗിൾ ഫേസ് 3 ഫേസ് ELCB കൊടുത്തിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് ഒരു ELCB കൊടുത്തതിന് ശേഷം അതിന് സെപ്പറേറ്റ് ഒരു MCB കൊടുക്കുക. അതിൽ നിന്നും വരുന്ന ആ സെക്ഷൻ കംപ്ലീറ്റ് ഇതിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അത് ന്യൂട്രൽ പോലും നമ്മൾ മറ്റ് സെക്ഷനിലേക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുറത്ത് എന്തെങ്കിലും മഴ നനയോ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആ ട്രിപ്പ് ആകുമ്പോൾ വീട് മൊത്തം ട്രിപ്പ് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഗേറ്റിൻ്റെ സിസ്റ്റത്തിൽ പുറത്തേക്ക് പോകുന്ന ആ ലൈറ്റ്സ് അതായത് വെള്ളം നനയാൻ ഏരിയകളിലെല്ലാം തന്നെ കൊടുക്കുന്ന അതിന് സെപ്പറേറ്റ് ഒരു MCBയും അതുപോലെ തന്നെ ഒരു RCCBയും കൊടുക്കുക. ഒരു സിംഗിൾ ഫേസ് RCCB കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ആ RCCB സിംഗിൾ ഫേസ് RCCB മാത്രമേ ട്രിപ്പ് ആവുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്ക് ഇതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് വരുന്ന ലീഡുകളെല്ലാം തന്നെ, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ സെക്ഷൻ കംപ്ലീറ്റ് സെപ്പറേറ്റ് ഒരു RCCB വെച്ച് അതിന് ന്യൂട്രലുകൾ ഉൾപ്പെടെ സെപ്പറേറ്റ് മാറ്റി ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുറത്ത് വരുന്ന കംപ്ലയിൻറ്റ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പുറത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായാൽ പോലും വീട് മൊത്തം ട്രിപ്പ് ആവുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാൻ ചെയ്യാനുള്ള വീഡിയോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗാർഡൻ ലൈറ്റ്സും അതുപോലെ തന്നെ ഗേറ്റ്സ് ലാമ്പും വരുന്നത് വാട്ടർ പ്രൂഫ് ആണെങ്കിലും വലിയൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പെട്ടെന്ന് ട്രിപ്പ് ആവുന്ന അവസ്ഥയിലേക്കും വെള്ളം കയറുന്ന അവസ്ഥയിലേക്കും വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സിസ്റ്റം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.